ഷാഫി ചാലിയം ദാ ഇവിടെ ഈ സൈബർ സ്പേസിൽ പ്രചരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ സാമ്പിൾ ഇങ്ങനെയാണ്. വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധ്യത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്നീ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വെക്കും. ഷാഫി ചാലിയും എന്തൊരു അതിഭീകരമായ നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്ന് ശൈലജ ടീച്ചർ അവിടെ ആരും ജയിക്കട്ടെ, ടീച്ചർ വിജയിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയം, ഷാഫി വിജയിച്ചാൽ അത് കുറച്ച് വർഗീയവാദികൾ വോട്ട് നൽകി നേടിയ വിജയം. ഇത് അങ്ങേയറ്റത്തെ റിഗ്രസീവായ അങ്ങേയറ്റം വടകരയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പ്രചരണമാണ്. നിർത്തിക്കണം ഷാഫി. ഇല്ല, അതാണ് ഹഷ്മി ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടുത്തെ സെക്കുലർ പാർട്ടികൾക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിനെ ഇവർ കൊണ്ടുപോവുകയാണ്. ഇത് ചെറിയ സംഗതിയല്ല. ഞാൻ പറയുന്നു CPM ഒരു വർഗീയ പാർട്ടിയല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി RSSനേക്കാളും മലീമസമായ തന്ത്രങ്ങൾ, അത് വർഗീയതയുടെ കൊടുമുടിയിലെത്തിയാൽ പോലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് അവരുടെ ലക്ഷ്യം വലുത്. ഇപ്പോൾ ഹരിഹരൻ്റെ കാര്യം ഇവിടെ നമ്മുടെ രമ MLA ഇവിടെ പറയുകയുണ്ടായി. എന്താ ഇതിന് പരിഹാരം? മോഹന മാഷ് പറയുന്നു മാപ്പ് സ്വീകാര്യമല്ല. പിന്നെ സ്വീകാര്യം എന്താണ്? ബോംബിടല. എന്നാൽ ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞു വിട്ട വൃത്തികേടുകളുണ്ട് സ്ത്രീകൾക്കെതിരല്ലേ. ഒന്നെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? ഒന്നെങ്കിലും ആ MM മണീൻ്റെ ഒരു ഡസൻ സാധനമുണ്ട് ഇല്ലേ ആ പാവപ്പെട്ട തൊഴിലാളികളെ കുറിച്ച്. ഈ രമേശിനെ കുറിച്ച് എന്നെ പറഞ്ഞ എന്താണ്? ഞാനിവിടെ പറയണോ? അത് ഇതുവരെ പിൻവലിച്ചിട്ടുണ്ടോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു തെരഞ്ഞെടുപ്പ് വിജയം അതുണ്ടാക്കാൻ എന്ത് ടൂളും കളിക്കവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേസ് വളരെ സിമ്പിളല്ലേ. ഈ അമ്പലമുക്ക് സഖാക്കൾ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിട്ടത്. അതിൻ്റെ അഡ്മിൻ്റെ പെടുത്ത് പോയി ഒന്ന് ആ ഫോൺ വാങ്ങിക്കൂടെ? കാസിമ് ഫോൺ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ആ ഫോൺ വാങ്ങിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അത് ചെയ്യാൻ വടകര SP ധൈര്യമില്ല. സിമ്പിളാണിത്. ഇത് വേറെ എന്താണ് ഇൻ്റർപോളിലൊന്നും ഏൽപ്പിക്കേണ്ട കേസല്ലത്. ഇത് കേന്ദ്ര ഏജൻസി ഒന്നും വേണ്ട. വളരെ സിമ്പിളാണ്. അമ്പലമുക്ക് സഖാക്കളുടെ Facebook ID, അതിൻ്റെ അഡ്മിൻ ആരാണോ അവരെ വിളിക്കുക, അവരുടെ ഫോൺ വാങ്ങുക. അതോടുകൂടി അതിൻ്റെ പാസ്വേഡ് വാങ്ങിയാൽ വളരെ കൃത്യമാണ്. പിന്നെ ഞാൻ നേരത്തെ ഊന്നൽ കൊടുത്ത ഒരു കാര്യമുണ്ട്. അത് അശ്വി തീരെ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഇത് വളരെ മോശപ്പെട്ട ഒരു സാധനമാണ്. ഇത് പ്രചരിപ്പിച്ചാൽ എന്താണ് വർഗീയപരമായി ഷാഫിക്ക് കുറച്ച് നേട്ടമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ KK ലതി അടക്കമുള്ള CPMൻ്റെ ഉന്നത നേതാക്കൾ ഇത് എന്തിനാ ഷെയർ ചെയ്ത്? ഇപ്പോഴും കിടക്കുക. ഇത് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. പ്രചരിപ്പിക്കാനാണ് തീരുമാനം. പ്രചരിപ്പിച്ചത് മുഴുവൻ CPM ഐഡിയല്ല. ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ RMPൻ്റെയോ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവെങ്കിലും ഈ സാധനം ഷെയർ ചെയ്തായിരിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു. കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ ഒരു 2 ഡസൻ CPMൻ്റെ ഉന്നത നേതാക്കളുടെ ID ഇത് ഷെയർ ചെയ്തു. ഇത് വൃത്തികെട്ട സാധനമല്ലേ? ഇത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട സാധനമല്ലേ? അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചാലുള്ള ഗുണം എന്താണ്? ഇത് വളരെ കൃത്യമാണ്. അതായത് ഇവർക്ക് അവിടെ ഒരു മേൽക്കൈ കിട്ടാൻ BJPക്ക് വോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി കണ്ടോ നമ്മളെ ടീച്ചറെ കുറിച്ച് കാഫർ എന്ന് വിളിച്ചു കളഞ്ഞു, ടീച്ചർ ഇതാ കാഫറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ഒരു ടീമിനോട് സീക്രട്ടായിട്ട് മാനസികപരമായി ഒരു വോട്ട് ചോദിക്കൽ പ്രക്രിയ നടന്നു. പക്ഷെ അതൊന്നും വടകരയിൽ നടക്കൂല. വടകരയിൽ മണ്ണാതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അശ്മി, ഇത് ഈ കേൾക്കുന്ന ചർച്ച കേൾക്കുന്ന ഒന്നും ഇന്നലെ എല്ലാ ചാനലിലും എല്ലാവർക്കും ബോധ്യമാണ്. ഈ പ്രതിനെ പിടിക്കാനും പോകുന്നില്ല. UDF അധികാരത്തിൽ വന്നാൽ ഒരു സംശയം എനിക്ക് വേണ്ട. ആദ്യം ഈ കേസിൽ ഈ അമ്പലമുക്കിനെ ആയിരിക്കും ആദ്യം പൊക്കുക. 2 വർഷമോ 2.5 വർഷമോ കാത്തിക്കേണ്ടി വരും. ഈ പ്രതിനെ UDF കാണിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം ഈ കേരളത്തെ പോലുള്ള ഇങ്ങനത്തെ ഒരു നല്ലൊരു നാടിനെ ഈ കോലത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറൻസി ഏത് നേതാവിൻ്റെ തലയാണ്, അതൊക്കെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. യാതൊരു സംശയവും. 10 ലക്ഷം ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞത്.
ശരി. ആരെങ്കിലും തയ്യാറായോ വരാൻ? ഇല്ല, ആരും ഉണ്ടായില്ല. മാത്രമല്ല ഈ അതൊക്കെ ഒരു വെല്ലുവിളി എന്നൊക്കെ കാണാമല്ലോ. ഇത് പോലീസ് നടപടി എടുക്കണ്ടേ? ശ്രീജി ഷാദ് എന്തോ ചോദിച്ചില്ലേ മുഹമ്മദ് ഖാസിമിന്റെ വേദനയെ പറ്റി പറയേണ്ടത്? ആലോചിച്ച് നോക്കും, മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആ പയ്യൻ 27 വയസ്സുള്ള ആളാണ്. അയാളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, അയാൾ ചെയ്യാത്ത ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അയാളെ കൊടും കലാപകാരിയും കൊടും വർഗീയവാദിയായി ചിത്രീകരിക്കുക, അയാളെ പ്രചരണത്തിൽ വേട്ടയാടുക, അയാളോട് നാട്ടുകാർ ചോദിക്കുക, അയാളെ ഒരു ഹിംസ ജന്തുവായി നാട്ടുകാർ കാണുക. ആശങ്കപ്പെടേണ്ടേ? അയാളുടെ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ.